നമസ്കാരം. അനുപമയ്ക്കും അജിത്തിനും പിറന്ന കുഞ്ഞെവിടെ? ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ നിമിഷം വരെയും ഒരു വിധത്തിലുള്ള മറുപടിയുമില്ല. പോലീസിൽ പരാതി നൽകി അന്വേഷണം എങ്ങുമെത്തിയില്ല എന്ന് ആരോപണം. കുഞ്ഞിനെ കാണാതായിട്ട് ഒരു വർഷം പിന്നിടുന്നു. ഈ മാസം ആ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാൾ. സംഭവം നോർത്ത് ഇന്ത്യയിലൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ നിന്നും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായിട്ട് ഒരു വർഷം പിന്നിടുന്നു. തിരുവനന്തപുരം സ്വദേശികളായ അജിത്തിനും അനുപമയ്ക്കും 2020 ഒക്ടോബർ 19 കാട്ടാക്കട മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുഞ്ഞു ജനിക്കുന്നു. നവംബർ 3 സുഖപ്രസവമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ പ്രസവം നടന്നത് ഒക്ടോബർ 19 സിസേറിയനിലൂടെ. സിസേറിയൻ ചെയ്യേണ്ട യാതൊരു ബുദ്ധിമുട്ടുകളും അനുപമയ്ക്കില്ലായിരുന്നു എന്ന് അനുപമ തന്നെ പറയുന്നു. കറകളഞ്ഞ രാഷ്ട്രീയമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് അനുപമയും അജിത്തും. ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സജീവരായിരുന്നു ഇരുവരും. സൗഹൃദം പ്രണയമായത് വീട്ടുകാർ എതിർത്തിരുന്നു. അജിത്ത് വിവാഹിതനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രണയം ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഇതിനിടയിൽ അനുപമ ഗർഭിണിയാവുകയും ചെയ്തു. അനുപമയുടെ കുടുംബം പേരൂർക്കടയിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അനുപമയുടെ മുത്തച്ഛനും അച്ഛനും പാർട്ടി ഭാരവാഹികളും വഹിക്കുന്നവരുമാണ്. അനുപമയുടെ ഡെലിവറി കഴിഞ്ഞു നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി പിറ്റേ ദിവസം വീട്ടിലേക്ക് പോവുകയും യാത്രാമധ്യ കുഞ്ഞിനെ കാറിൽ നിന്നും ബന്ധുക്കൾ പിടിച്ചു വാങ്ങിക്കൊണ്ടു പോയതാണെന്നും പറയുന്നു. ശേഷം തന്നെ കൊണ്ട് ഒരു മുദ്രക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങി സിസേറിയൻ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഉറക്കെ ശബ്ദിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു എന്നും അനുപമ പറയുന്നു. ഇതേസമയം അനുപമയുടെ ചേച്ചിയുടെ വിവാഹം ഇങ്ങനെ ഒരു ബന്ധത്തിൽ കുട്ടി പിറന്നു എന്നറിഞ്ഞാൽ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നും വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടിയെ മടക്കിക്കൊണ്ടുവരാമെന്നും നിനക്ക് സുഖമായി അജിത്തിനൊപ്പം ജീവിക്കാൻ കഴിയുമെന്നും തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നും അനുപമ പറയുന്നു. പിന്നീട് അനുപമയും അജിത്തും തങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അന്വേഷിക്കുമ്പോൾ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞിനെ നടു റോഡിലേക്ക് വലിച്ചെറിയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ശാപമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ കുഞ്ഞിനെ ആർക്ക് കൊടുത്തു എന്നത് പറയാൻ അമ്മ തൊട്ടിലും തയ്യാറായിട്ടില്ല. ഇതിനോടകം കുഞ്ഞിനെ തേടി വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അജിത്തും അനുപമയും അലഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നിയമപരമായി അജിത്തിൻ്റെ ആദ്യ വിവാഹം വേർപിരിഞ്ഞു. ഇതിനുശേഷം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കുഞ്ഞിനെ കൂടി വേണമെന്നുള്ള ആവശ്യവും അവകാശവുമാണ് നീതി ലഭിക്കാതെ പോകുന്നത്. അനുപമ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവും അജിത്ത് DYFI എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ മേഖലാ സെക്രട്ടറിയുമായിരുന്നു. ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു വസ്തുത, എന്തിനായിരുന്നു കാട്ടാക്കട മെഡിസിറ്റി ഹോസ്പിറ്റൽ നവംബർ 3 അടുപ്പിച്ച് സുഖപ്രസവം നടക്കേണ്ട അനുപമയുടെ പ്രസവം ഒക്ടോബർ 19 നടത്തിയത്? അതിന് ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ? അതോ സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ലഭിച്ചോ? പരാതി ലഭിച്ച ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയിട്ടും നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. രാഷ്ട്രീയ സ്വാധീനമോ അതോ വ്യക്തി സ്വാധീനമോ എന്ന് വ്യക്തമാക്കണം. നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചത് ആർക്കു വേണ്ടി? നമ്മുടെ നാട്ടിലെ ബാലാവകാശ കമ്മീഷൻ എവിടെ പോയി? സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ചൂടുപറ്റി വളരേണ്ട കുരുന്നു ബാല്യം മുറിവേൽപ്പിച്ചത് നമ്മുടെ നാട്ടിൽ തെറ്റല്ല എന്നുണ്ടോ? ഉത്തരം പറഞ്ഞേ മതിയാകൂ. കേരള പോലീസും നമ്മുടെ ഭരണകൂടവും ജനങ്ങളുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തരുത്. ഒന്നേ അറിയേണ്ടതുള്ളൂ, കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആരാണ് അതിന് ഉത്തരവാദികൾ? മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി ആരാണ് കാണിച്ചത്? അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമെതിരെ അനുപമ പരാതി നൽകിയിരുന്നു. പേപ്പർ കടലാസിൻ്റെ വില പോലും പോലീസ് നൽകിയിട്ടില്ല. എന്നാൽ ഈ പോലീസ് ആരുടെ പക്ഷം? ഈ വിഷയത്തിൽ കൂടുതൽ വാർത്തകളുമായി ഞാൻ വീണ്ടും വരും.